ഞാൻ സംസാരിച്ച നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ഐറ്റം ഇതാട്ടോ, ഭയങ്കര രസമുള്ളൊരു ഐറ്റമാണ്. ശരിക്കും സിൽക്ക് പോലെ തന്നെ സെമി ടെസർ ആട്ടോ ഫാബ്രിക് വരുന്നത്. അതിൻ്റെ അകത്ത് ആ ഒരു കോമ്പിനേഷൻ്റെ ആണോ പിന്നെ ആ വർക്കിൻ്റെ ആണോ മെറ്റീരിയലിൻ്റെ ആണോ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ടെസർ മാറി നിൽക്കുക. അത്രയും ടെസറുള്ള ഐറ്റമാണ്. നല്ല കളർ കോമ്പിനേഷനിലാട്ടോ വന്നിരിക്കുന്നത്. ഇത് ശരിക്കും താഴത്തെ ബോർഡർ ഞാൻ തിരിച്ചു പിടിച്ചതേ ഉള്ളൂ. മെയിൻ ഷെയ്ഡ് നല്ല ഡാർക്കർ ബ്ലൂ ഷെയ്ഡ്, അതിൻ്റെ കൂടെ ഒരു വൈൻ ഷെയ്ഡ് ആ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് ദുപ്പട്ടയ്ക്കകത്ത് ബോർഡേഴ്സിലും താഴെ ഇതുപോലെ വീതിയായിട്ട് എന്നിട്ട് അതിൻ്റെ അകത്ത് വീവിങ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഭയങ്കര രസമായിട്ട് ഈ ഒരു വീവിങ് ഒക്കെ കാണാനായിട്ട്. ശരിക്കും സിൽക്ക് ഇടുന്നതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. ഒരുപാട് പ്രൈസിന് 2000 ബിലോ റേഞ്ചേ ഉള്ളൂ. ബോട്ടം വരുന്നത് സാറ്റൻ സിൽക്ക്. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് വാഷ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ലാത്ത ഐറ്റം കേട്ടോ. നമ്പർ AK 595, റേറ്റ് 1790 എന്തായാലും വർത്താ കേട്ടോ. ഒന്ന് റേറ്റ് പറയാം 1790. ഇതും നല്ല കളർ കോമ്പിനേഷൻ ആട്ടോ. ഒരു ഡാർക്കർ ബ്രിക്ക് ടോൺ എന്ന് പറയാം. നോർമൽ ബ്രിക്കിൻ്റെ അത്രയും തെളിച്ചമില്ല, അതിനേക്കാളും കുറച്ച് ഡാർക്കായിട്ടിരിക്കും. ഗ്രീൻ്റെ അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ ഞാൻ മുമ്പത്തേൽ പറയാൻ മറന്നുപോയി, ഇത് കൈക്കുള്ളത് സെപ്പറേറ്റും ഉണ്ട് കേട്ടോ. അത് അടിപൊളിയല്ലേ കാണാൻ. ഇത് കണ്ടില്ലേ, കയ്യിലെ ആ ഒരു ബോർഡറൊക്കെ ആയിട്ട് രണ്ട് കൈക്കും കൊടുക്കാനുള്ള ബോർഡറും കൊടുത്തിട്ടുണ്ട്. കൈക്കുള്ളത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതിന് വലിപ്പം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ടെൻഷനും വേണ്ട. ഒരു 3X മേലിലുള്ളവർക്ക് വരെ തയ്ക്കാനുള്ള മെറ്റീരിയലിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. ദുപ്പട്ടയുടെ ബോർഡർ പോർഷൻ്റെ ഡിസൈൻ അതും ഭയങ്കര രസമാണ് കാണാനായിട്ട്. നല്ല കളർ കോമ്പിനേഷൻസ് ആട്ടോ. എല്ലാ കളേഴ്സും അതിൻ്റെതായ ഭംഗിയുണ്ട്. നമ്പർ വരുന്നത് AK 596, റേറ്റ് 1790. അടുത്ത കോമ്പിനേഷൻ ഫസ്റ്റ് കാണിച്ച കളറില്ല, അതിൻ്റെ തന്നെ തിരിച്ചുള്ള കോമ്പിനേഷനാണ്. മെയിൻ ഷെയ്ഡ് വൈൻ കളർ, പിന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് ചെറിയ ബ്ലൂവിൻ്റെ ഒരു കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത്. എല്ലാം നല്ല കേട്ടോ, ഭയങ്കര രസം കാണാൻ. പിന്നെ ദുപ്പട്ടയ്ക്കകത്തെല്ലാം ആ ഒരു വർക്ക് പോയിട്ടുണ്ട്. സിൽക്ക് എടുക്കാനൊക്കെ ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന സെറ്റാണ്. വളരെ അഫോർഡബിൾ അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. എന്നാൽ ഭയങ്കര ഓവറായിട്ടൊരു ഗോൾഡൻ അങ്ങനെയൊന്നുമില്ല. ബോർഡറിന് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് വീവിങ്ങിൽ വന്നേക്കുന്നത്. പിന്നെ ഗോൾഡനായിട്ട് ചെറിയതായിട്ട് ആ ഒരു ലീഫിൽ മാത്രമേ ഉള്ളൂ ഗോൾഡൻ ഷെയ്ഡ്. അതും ഭയങ്കര ഓവറൊന്നുമല്ല കേട്ടോ, വളരെ ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് പോയിരിക്കുന്നത്. ബോട്ടം ഇത് വൈൻ ഷെയ്ഡാണേ. പിന്നെ നമ്പർ AK 593, റേറ്റ് 1790. നാലാമത്തെ ഷെയ്ഡ് ഇതാണ് നമുക്ക് രണ്ടാമത് കാണിച്ച ഷെയ്ഡില്ല, അതിൻ്റെ തന്നെ തിരിച്ചുള്ള കോമ്പിനേഷൻ. മെയിൻ കളർ ഗ്രീന്, അതിൻ്റെ കൂടെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ബ്രിക്ക് ഷെയ്ഡാണ്. എല്ലാ കളേഴ്സും അടിപൊളിയാട്ടോ, ഏതെടുത്താലും നിങ്ങൾക്ക് വേർത്താണ്. പിന്നെ കൈക്കുള്ളത് എക്സ്ട്രാ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലെങ്തി ആയിട്ട് കിടന്നോളും. ഇതിങ്ങനെ ഞാനിത് മടക്കിയത് കറക്റ്റ് ആവാത്തതുകൊണ്ട് ഇതാട്ടോ കൈക്കുള്ള ബോർഡർ കൊടുത്തേക്കുന്നത്. രണ്ട് കൈക്കുള്ളത് വെച്ചിട്ടുണ്ട്. നമ്പർ AK 594, റേറ്റ് 1790.